രാഹുൽ ഈശ്വർ എന്തായാലും സ്വർണം കാണാതായി എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ല. ഇനി ആർക്കും അത് പ്രതിരോധിക്കാൻ കഴിയുകയില്ല. അയ്യോ, അത് സ്വർണമൊന്നുമല്ല, ചെമ്പാണ് ആ പാളികൾ എന്നൊന്നും ഇനി ആർക്കും സമർത്ഥിക്കാൻ കഴിയില്ലല്ലോ. മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സ്വർണം കാണാതായി എന്നല്ല മഞ്ജുഷ് ജി, 3 പോയിന്റുകളേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. മൂന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, NSSന്റെ സ്ഥാപകൻ മന്നത്ത് ആചാര്യൻ ഇരുന്ന, പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ശ്രീനാരായണ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും ശ്രീനാരായണീയനുമായ R ശങ്കർ ഇരുന്ന ആ മഹത്തരമായ ബോർഡ് അന്നത്തെ ചില ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിയോട് ചേർന്ന് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി, മോഷണം നടത്തി, തെഫ്റ്റ്, റോബറി, കളവ് നടന്നു. എത്രയെന്നുള്ള ഇനി നമ്പർ നമുക്ക് തർക്കിക്കാം. വിജിലൻസിന് ചില ആൾക്കാർ മൊഴി കൊടുത്ത പോലെ 800 ഗ്രാം ആണോ, ചില ഇപ്പം വിജിലൻസ് ഇന്ന് കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന പോലെ 1.5 കിലോഗ്രാം ആണോ, അതോ 4.5 കിലോഗ്രാം ആണോ? ഇനിയും ജസ്റ്റിസ് KT ശങ്കരൻ വന്ന് ഇന്റർവെന്ററി എടുക്കുമ്പോൾ ബാക്കി എന്തിന്റെയെങ്കിലും സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് അപ്പം അറിയാം. പക്ഷേ സ്വർണം ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും ഒരുപക്ഷെ നേതൃത്വത്തോടു കൂടി മോഷ്ടിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ എനിക്ക് നേരത്തെ ശ്രീ രജു ലൂക്കോസ് ഒക്കെ പറഞ്ഞ നിലപാട് വളരെ സ്വാഗതാർഹമാണ്. കാര്യം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാൾ, രജി ലൂക്കോസ് സാറിന്റെ പാർട്ടിക്കാരനും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമായ ശ്രീ G സുധാകരനാണ്. ചരിത്രത്തിലെ ഏറ്റവും നല്ല ബോർഡുകളിൽ ഒന്ന് കോൺഗ്രസ്സുകാരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും അജയ് തറയിൽ സാറും ഇടുന്ന ബോർഡാണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും പിന്നോക്ക ക്ഷേമത്തിന് വേണ്ടിയും മലേറിയർക്ക് വേണ്ടിയും ഒക്കെ അവരാൽ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും വലിയ ഭക്തൻ, ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി 4.50 വർഷം 40 വർഷം 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കുമ്മനം രാജശേഖരനെ പോലെ വലിയൊരു കാവ്യ എടുക്കാത്ത സന്യാസി അടക്കം ഈ BJP എന്നാണ്. അപ്പൊ എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരുണ്ട്, പക്ഷെ ചില പാർട്ടികളിൽ ചീത്ത ആൾക്കാരുമുണ്ട്. ആ ചീത്ത ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് നമ്മൾ. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അതിന് കഴിയുമോ? ഈ കണ്ടെത്തുവാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് കഴിയുമോ? സർക്കാരിന്റെ കീഴിൽ തീർച്ചയായിട്ടും അല്ല. ഹൈക്കോടതിക്ക് അല്ല, ഒരു കാര്യം കൂടെ മഞ്ജുഷ്, എനിക്ക് ടെക്നിക്കലി എന്തോ എററുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കണം, നിങ്ങൾ പറയണ കേൾക്കാൻ പറ്റാത്തത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, വിശ്വസിക്കാൻ കഴിയുന്ന ഏക കാര്യം അയ്യപ്പൻ കഴിഞ്ഞാൽ ശബരിമല ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റി. സുപ്രീം കോടതിയുടെ തെറ്റ് അയ്യപ്പനായിട്ട് തിരുത്തുകയും ചെയ്തു. പക്ഷേ കോടതികളെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഹൈക്കോടതിയെ വിശ്വസിക്കാം. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ വേണം. ഹൈക്കോടതി മോണിറ്റർ ചെയ്യണം. ഒരു രാഷ്ട്രീയക്കാരനെ താഴെ ഇരിക്കുന്ന ഒരു സംഘത്തെ നമുക്ക് വിശ്വസിക്കണ്ട. പക്ഷേ ഹൈക്കോടതിയെ വിശ്വസിക്കാം. കാര്യം ഹൈക്കോടതിക്ക് ശബരിമലയിൽ നിയമപരമായിട്ട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ശബരിമലയുടെ കണക്ക് നോക്കുന്നതുമാണ്. അതുകൊണ്ട് 1-2 ആഴ്ചക്കുള്ളിൽ ഇത് ചെയ്തവരെ അറസ്റ്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ ഈ ചുമ്മാ ഈ ചില ആൾക്കാരൊക്കെ വന്നിട്ട് 20 വർഷത്തെ കണക്ക് അന്വേഷിക്കണമെന്നൊക്കെ ചുമ്മാ തെള്ളുന്നുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചവരെ പിടിക്കാൻ, അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാധാരണ ഭക്തരുടെ ആഗ്രഹം. അങ്ങനെ അയ്യപ്പന്റെ സ്വത്ത് കെട്ട ആരും അവിടെ നിന്ന് അങ്ങനെ സുഖിച്ചു പോകരുത്. അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ ജയിലിലിടണം. അല്ല, ഇതിനകത്ത് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളിയാണ്, പക്ഷേ അത് ചെമ്പുപാളി ആക്കി, പിന്നെ അതിൽ സ്വർണത്തിന്റെ അളവ് കുറച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, ചുമ്മാ പറയുന്നതാ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, ചുമ്മാ പറയുന്നതാ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെമ്പാണെന്ന വ്യാജരേഖ ഉണ്ടാക്കിയവരെ പിടിക്കണ്ടേ? അതിലും മിണ്ടാട്ടമില്ല എന്നാണ്. അത് സാങ്കേതികമായ എന്തോ ഒരു തെറ്റെന്ന രീതിയിലാണ് വിജിലൻസ്. അത് വിജിലൻസ് ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം ആണല്ലോ അതിന് പിന്നിലുള്ളത്, അല്ലേ? അറിയാലോ, വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ താഴെ വരുന്ന ഒരു സംവിധാനമല്ലേ. അതുകൊണ്ട് ADGP ലെവലിലുള്ള ഒരാൾ അന്വേഷിക്കണം, കോർട്ട് മോണിറ്റേഡ് പ്രോബ് വേണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. ശരി, ശ്രീ സെന്തിൽ